പണം പിൻവലിക്കലുമായി ബന്ധപ്പെട്ടുള്ള ചാർജ് വർദ്ധിപ്പിക്കാൻ റിസർവ് ബാങ്ക് തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് ബാങ്കുകളുടെ ATMകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇന്റർചേഞ്ച് ചാർജ് 2 രൂപ വർദ്ധിപ്പിക്കാൻ RBI, നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ എന്നിവ അനുമതി നൽകി കഴിഞ്ഞു. 2025 മെയ് 1 മുതലായിരിക്കും ഇത് പ്രാബല്യത്തിൽ വരിക. സൗജന്യ ഇടപാടുകൾക്ക് ശേഷമായിരിക്കും നിരക്ക് ഈടാക്കുന്നത്. പ്രതിമാസ സൗജന്യ പരിധി കഴിഞ്ഞുള്ള പിൻവലിക്കലുകൾക്കാണ് ഇത് കൂടുതലും ബാധകമാവുന്നത്. ഇത്തരത്തിൽ പണം പിൻവലിക്കുമ്പോൾ നിലവിൽ 21 രൂപയായിരുന്നു പ്രധാനമായിട്ടും ഈടാക്കിയിരുന്നത്. ഇത് മെയ് 1 മുതൽ 23 രൂപയായി വർദ്ധിക്കുന്നതുമായിരിക്കും. മാത്രമല്ല, ബാങ്ക് ഉപഭോക്താക്കൾക്ക് എല്ലാ മാസവും നിശ്ചിത സൗജന്യ ATM വിനിമയങ്ങൾ അനുവദിക്കുകയും ചെയ്യാറുണ്ട്. ഫിനാൻഷ്യൽ വിനിമയത്തിൽ ഉൾപ്പെടുന്ന പണം പിൻവലിക്കൽ, ഫിനാൻഷ്യൽ ആക്ടിവിറ്റിയിൽ വരാത്ത ബാലൻസ് അന്വേഷണം, അതുപോലെ മിനി സ്റ്റേറ്റ്മെന്റ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നവയാണ്. ഇത്തരത്തിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന സൗജന്യ ട്രാൻസാക്ഷനുകൾ കഴിഞ്ഞാൽ ഓരോ വിനിമയത്തിനും അധിക തുകയായിരിക്കും നൽകേണ്ടി വരിക. ഇക്കാരണം കൊണ്ട് തങ്ങളുടെ ബാങ്കിന്റെ ATM ട്രാൻസാക്ഷൻ വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും ഉപയോക്താക്കൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം അനിവാര്യമാണ്. ഫിനാൻഷ്യൽ, നോൺ ഫിനാൻഷ്യൽ വിഭാഗങ്ങളിലായി പൊതുവെ ഒരു മാസം 5 സൗജന്യ വിനിമയങ്ങളാണ് സ്വന്തം അക്കൗണ്ടുള്ള ബാങ്കിന്റെ ATMകളിലൂടെ ഉപയോക്താക്കൾക്ക് നടത്താൻ കൂടുതലും കഴിയുന്നത്. മറ്റ് ബാങ്കുകളുടെ ATMകളിലൂടെയും ഇത്തരത്തിൽ സൗജന്യ വിനിമയങ്ങൾ അനുവദിക്കപ്പെടുകയും മറ്റും ചെയ്യാറുണ്ട്. നോൺ മെട്രോ നഗരങ്ങളിൽ 5 സൗജന്യ ഇടപാടുകളും അതുപോലെ മെട്രോ നഗരങ്ങളിൽ 3 സൗജന്യ ഇടപാടുകളും ഇങ്ങനെ നടത്താൻ കഴിയുന്നതാണ്. മറ്റ് ബാങ്കുകളുടെ ATM ഉപയോഗത്തിൽ സൗജന്യ പരിധിക്ക് ശേഷം ഈടാക്കുന്ന തുക ബാങ്കുകൾ തമ്മിൽ കൈമാറുകയാണ് കൂടുതലും ചെയ്യുന്നത്. ഇത് ഇന്റർചേഞ്ച് ഫീ എന്നാണ് അറിയപ്പെടുന്നത്. ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടാണെങ്കിൽ അതിന്റെ ബാധ്യത ഒടുവിൽ ഉപയോക്താക്കളിലേക്ക് തന്നെയായിരിക്കും വരിക. അതിനുള്ള സാധ്യതയുമുണ്ട്. ATM ശൃംഖല കുറവുള്ള ചെറിയ ബാങ്കുകളെയാണ് ഇന്റർചേഞ്ച് ഫീസ് കൂടുതലും ബാധിക്കുന്നത്. ഇത്തരം ബാങ്കുകളുടെ ഉപയോക്താക്കൾ മറ്റ് ബാങ്കുകളുടെ ATM ഉപയോഗിക്കാൻ നിർബന്ധിതരാകും എന്നതാണ് ഇതിന് പിന്നിലെ കാരണം.